ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഈത്തപ്പനയുടെ കുരുത്തോല എടുത്തുകൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു. ഹോശന്ന, ഇസ്രായേലിൻ്റെ രാജാവായി കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന ആർത്തു. മരിച്ച ലാസറിനെ ഉയർപ്പിച്ച ശേഷം കർത്താവായ യേശുക്രിസ്തു യെരുശലേമിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ സന്നിഹിതരായ യഹൂദർ ഈത്തപ്പനയുടെ കുരുത്തോല എടുത്ത് അവനെ എതിരേൽപ്പാൻ ചെന്നു. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന ഇസ്രായേലിൻ്റെ രാജാവിൻ്റെ ഹോശന്ന ഹോശന്ന എന്ന് അവർ ആർത്തു. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവന് ജയം. വിശുദ്ധ വേദപുസ്തകത്തിൽ സങ്കീർത്തനങ്ങൾ 118 25-26 വാക്യങ്ങളിൽ ഈ പ്രവചനത്തിൻ്റെ വാക്കുകളുണ്ട്. ലാസറിൻ്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതം കണ്ട് കർത്താവിനെ സ്വർഗത്തിൽ നിന്ന് വന്ന മശിഹയാണെന്ന് തിരിച്ചറിഞ്ഞ് അവർ അവനെക്കുറിച്ചുള്ള പ്രവചനമനുസരിച്ച് വിളിച്ചു. സർവ്വ മാനവരാശിയെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചു. കൃപയും സത്യവും നിറഞ്ഞ യേശുക്രിസ്തു തൻ്റെ വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും മനുഷ്യൻ്റെ അസ്വസ്ഥമായ ഹൃദയത്തിന് സമാധാനം നൽകുന്നു. നീതിമാനും നിഷ്കളങ്കനും കുറ്റമറ്റവനും പാപരഹിതനുമായിരുന്നിട്ടും അവൻ നമ്മുടെ പാപങ്ങളുടെ ഭാരം ക്രൂശിൽ ഏറ്റെടുത്ത് ദൈവക്രോധം ഏറ്റുവാങ്ങി നമ്മുടെ സ്ഥാനത്ത് മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ അവരിൽ വിശ്വസിക്കുന്നവർ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെടട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങൾക്ക് രക്ഷ ലഭിക്കും. ഇതാണ് ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന.